ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ മണി ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇതാണ് മണി ബാഗ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ബാഗാണ്. ബാഗിൻ്റെ അകത്തൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബാഗാണിത്. ഒരു മിനി ബാഗാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൽ ഞാനിവിടെ ഒരു മാഗ്നറ്റാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ ചില്ലറൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. കുറച്ച് കാശൊക്കെ വെക്കാം. കണ്ടോ, പിന്നെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ക്യാരി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു മോഡലാണിത്. കണ്ടോ, ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പൗച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കളർ യാണാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഓറഞ്ചും, ഒന്നൊരു പീക്കോക്ക് കളറും, പിന്നെ ഒരു വൈറ്റ് കളറും. ഈ 3 കളർ വെച്ചിട്ടാണ് ഞാൻ പൗച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് സ്റ്റിച്ച് മാർക്കറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത്. എന്ത് വേണമെങ്കിലും എടുക്കാം, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹുക്ക് എടുത്തിട്ടുള്ളത് 2.5 ആണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു നീഡിൽ വേണം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ഒരു കത്രിക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി നമ്മൾക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ എടുക്കുന്നത് ഓറഞ്ച് കളറാണ്. ഇത് വെച്ചിട്ടാണ് പൗച്ച് ഉണ്ടാക്കുന്നത്. ബാക്കിയൊക്കെ കണ്ട് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി കൊടുക്കണം. സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക, എന്നിട്ട് അതേപോലെ ചെയ്ത് പഠിക്കുക. അപ്പോൾ അതാ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്ക് 16 ചെയിൻ ഇട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് എണ്ണിയിട്ട് തന്നെ 16 എണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ 16 ചെയിൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലത്തെ ആദ്യത്തെ 2 ചെയിന് ഒഴിവാക്കുക. മൂന്നാമത്തെ ചെയിനിലേക്ക് 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ചെയിനിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1, അതേ ചെയിനിലേക്ക് തന്നെ ബാക്കി 2 എണ്ണം കൂടി ചെയ്ത് കൊടുക്കുക. 2, 3. ഇപ്പം 3 ചെയിന് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് മാർക്കർ എന്തായാലും ഉപയോഗിക്കുക. അവർക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് മാറിപ്പോവും. അപ്പോൾ ഇവിടെ ആദ്യം ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് മൊത്തം 13 ചെയിനാണ് ഉണ്ടാവുക. ആ 13 എണ്ണത്തിൽ 12 ചെയിനിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 12 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1, 2, അങ്ങനെ 12 എണ്ണത്തിലും ചെയ്തെടുക്കുക കേട്ടോ.
നമ്മൾ 12 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുത്ത് ഇനി വരുന്നത് ലാസ്റ്റത്തെ ചെയിനാണ്. ലാസ്റ്റത്തെ ചെയിനിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്തു കൊടുക്കുന്നത്. രണ്ട്, മൂന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തതിൻ്റെ ബാക്കി എൻഡ് ഉണ്ടാവും, അത് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് അതും കൂടി സ്റ്റിച്ച് ചെയ്ത് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റിൽ നമ്മൾ നീഡിൽ വെച്ചിട്ട് അത് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂടാണ്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ കാണില്ല. അങ്ങനെ നീളത്തിൽ അങ്ങനെ ചെയ്ത് പോയാൽ മതി. ആറ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 12 സ്റ്റിച്ചിൽ ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ആ 12 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി വരുന്നത് നമ്മൾ ആദ്യം ചെയ്ത ഒരു സ്റ്റിച്ചാണ്. ആ സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു 3 എണ്ണം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി 3 എണ്ണം കൂടി ഇപ്പോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 2 and 3. ഇനി നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബാഗിൻ്റെ ഏറ്റവും അടിഭാഗം വരുന്നത്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ റൗണ്ട് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ടിൽ ഇപ്പോൾ മൊത്തം 36 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടാവും നമ്മൾക്ക്. ആ 36 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ആദ്യം തന്നെ 2 ചെയിൻ ഇടുക, എന്നിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ ഓരോ ചെയിനിൽ ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തം 36 സ്റ്റിച്ച് ഉണ്ടാവും. അപ്പോൾ 36 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ 36 ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ ആദ്യം ചെയ്തതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി വരുന്ന എല്ലാ റൗണ്ടും ഇതേ പാറ്റേൺ തന്നെയാണ്. 36 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യം 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ 36 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ 6 സ്റ്റെപ്പ് വരെയാണ് ചെയ്തെടുക്കേണ്ടത്. 6 റൗണ്ട് വരെ ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 1 or 2 റോ കൂടി കൂട്ടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ റൗണ്ട് ചെയ്തെടുക്കാം. മൂന്ന് ടു 6 വരെ ഇതേ പാറ്റേൺ തന്നെയാണ് 36 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ അതാ ഞാനിവിടെ 6 റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നമ്മളുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ പൗച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് യാണ് കട്ട് ചെയ്യുക. ബാക്കി വരുന്ന യാണ് നീഡിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഉൾഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഒരു നീഡിലെടുത്തിട്ട് ഇതേപോലെ കോർത്തെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കാണാത്ത രീതിയിൽ ആക്കി കൊടുക്കണം. ഇത് നമ്മളുടെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കോയിനൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാനൊക്കെ നല്ലതാട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ നല്ലൊരു പൗച്ചാണ്, ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണിത്. കുറച്ച് കാശൊക്കെ ക്യാരി ചെയ്യാനൊക്കെ നല്ലതാണ്. ഇപ്പം ഞാനത് ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പൗച്ച് റെഡിയായി. ഇനി അതിൻ്റെ മേൽഭാഗം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ഈ കളറ് പീക്കോക്കാണ് കളറ് വരുന്നത്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു പീക്കോക്ക് കളറാണ്. ആദ്യം നമ്മൾക്കൊരു മാജിക് റിംഗ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. മാജിക് റിംഗ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് 14 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1 2 3 4. അപ്പം ഞാൻ 4 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 10 എണ്ണം കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 14 എണ്ണം മൊത്തം ചെയ്തു. ഇനി റൗണ്ട് കംപ്ലീറ്റ് ആക്കി എടുക്കുക. ആദ്യം മാജിക് റിങ്ങിൻ്റെ എൻഡ് ഭാഗം നന്നായിട്ട് വലിച്ചിട്ട് ഹോള് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത ഡബിൾ ക്രോഷ്യൻ്റെ മേലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യുക. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുമ്പോൾ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇപ്പം മൊത്തം 14 ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്തത്. ഇനി ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ മേലയിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അതായത് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ 14 ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മൊത്തം 28 സ്റ്റിച്ചാണ്, ഡബിൾ ക്രോഷ്യയാണ് നമുക്ക് കിട്ടുക രണ്ടാമത്തെ റൗണ്ടിൽ. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. ഓരോ സ്റ്റിച്ചിലും 2 എണ്ണം വീതം ചെയ്തെടുക്കുക. ഇത് രണ്ടാമത്തെ റൗണ്ടും മുഴുവനായിട്ടും നമ്മൾ ചെയ്തെടുത്തു. ഇനി വരുന്നത് ഒറ്റ റൗണ്ടും കൂടെ ഉള്ളൂ, മൂന്നാമത്തെ റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ടിൽ 2 ചെയിൻ ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 1 2 അങ്ങനെയാണ് പാറ്റേൺ പോണത്. അപ്പോൾ ആ പാറ്റേൺ മുഴുവനായിട്ട് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്തെടുക്കുക. എല്ലാ സ്റ്റിച്ചിലും ചെയ്തെടുക്കുക. ആദ്യത്തെ സ്റ്റിച്ചിൽ 1 ചെയ്യുക, രണ്ടാമത്തേൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർക്കിൾ കിട്ടി. ഓക്കെ, ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് വൈറ്റ് യാണ് വെച്ചിട്ടാണ്.
ഇത് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ മേലെ വെച്ചിട്ട് തുന്നി കൊടുക്കാനുള്ളതാണ്. കണ്ടോ, ആ ഭാഗം ഇങ്ങനെ തുന്നി കൊടുക്കാം. ഇനി സ്കാലപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് യാൺ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു ഗ്യാപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ചെയിനിൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഹൂക്ക് ഇട്ടിട്ട് നമുക്ക് വൈറ്റ് യാണിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1, അതേ സ്റ്റിച്ചിൽ തന്നെ 5 എണ്ണമാണ് ചെയ്യേണ്ടത്. 2, 3, 4, 5. ഇനി ചെയ്യാൻ പോണത് അടുത്ത് വരുന്ന സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം 2 എണ്ണം നമ്മൾ ചെയ്തു. ഇനി ബാക്കിയും കൂടി ചെയ്തെടുക്കാം. ഇപ്പം ഇതാ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന യാണൊക്കെ നമുക്ക് നീഡിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പൗച്ചിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ തുന്നിയെടുക്കാൻ വേണ്ടി പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പീക്കോക്ക് കളർ യാണാണ്. അതൊരു നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് തുന്നിയെടുക്കുമ്പോൾ തെന്നിപ്പോവും. കണ്ടോ, പാകത്തിനൊക്കെ ആക്കി വെച്ചിട്ട് വേണം നമുക്ക് തുന്നി കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു പിന്നെടുത്തിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ പാകത്തിന് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തുന്നി കൊടുക്കാം. ആ പീക്കോക്ക് കളർ ഭാഗം മാത്രമേ തുന്നാൻ പാടുള്ളൂ. വൈറ്റ് കളർ അതിൽ പെടാൻ പാടില്ല. സ്കാലപ്പ് ചെയ്ത ഭാഗത്ത് സൂചി കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള കളറ് പീക്കോക്ക് കളർ ആയതുകൊണ്ട് പുറത്തേക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ തുന്നി കൊടുക്കുന്നത് മുഴുവൻ നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള പീക്കോക്ക് കളർ റൗണ്ട് ഇല്ലേ അതിൻ്റെ ഉള്ളിലായിരിക്കണം. എന്നിട്ട് അവിടെ നന്നായിട്ട് കെട്ടിക്കൊടുക്കുക.
നമുക്കിനി ബാക്കിയുള്ള ഭാഗങ്ങൾ അതേപോലെ തന്നെ തുന്നിയെടുക്കുക. അതവിടെ സെക്യൂറായി നിൽക്കണ വരെ തുന്നി കൊടുക്കുക. തുന്നിയെടുക്കുമ്പോൾ നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതാ ഞാൻ ഏകദേശം മുഴുവനായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളുടെ പൗച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊരു സ്ട്രാപ്പും കൂടിയാണ് ചെയ്തെടുക്കേണ്ടത്. ഒരു ചെറിയ രീതിയിലുള്ള സ്ട്രാപ്പ് മതി. സ്ട്രാപ്പ് ഇല്ലാതെ നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നൊരു ഭംഗിക്ക് ഒരു കുഞ്ഞ സ്ട്രാപ്പും കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനാദ്യം തന്നെ ഞാൻ ഓറഞ്ച് കളർ യാണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് യാണ് വലിച്ചെടുത്തിട്ട് ആദ്യം ഒരു ചെയിനിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നീട് 42 ചെയിൻ ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് എത്രയാണോ സ്ട്രാപ്പിൻ്റെ നീളം വേണ്ടിയത് അത്രയും നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 42 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വശം ഇപ്പുറത്തെ സൈഡിൽ സെൻറ്റർ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ചെറിയ സ്ട്രാപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വളഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഓരോ ചെയിനിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. 42 ചെയിനിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ബാഗിൻ്റെ പരിപാടി കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. കണ്ടോ? ബാഗിന് ഞാൻ ഒരു മാഗ്നറ്റാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? എളുപ്പം നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ ഒരു മാഗ്നറ്റാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് തുറക്കി അടക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.